ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ ഡേ 5 ഡയറ്റ് സീരീസിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 1400 കാലറിയിലുള്ള മീൽ പ്രപ്പാണ്. വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡയറ്റ് പ്ലാൻ കൂടിയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു ഗ്ലാസ് ചിയ വാട്ടർ കുടിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് 2 ബോയിൽഡ് എഗ് 140 കാലറി, ഹാഫ് ഓറഞ്ച് 45 കാലറി, വെജ് പനീർ റാപ്പ് 250 കാലറിയുമാണ്. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള വെജ് പനീർ റാപ്പിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 ലോ ഫാറ്റ് പനീർ ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ബാറ്റർ ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ചൂടായിരുന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം വെന്ത് വരുമ്പോൾ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട, ഒന്ന് ലൈറ്റായിട്ട് വെന്താൽ മതി. വെന്ത് വന്ന റാപ്പിലേക്ക് ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബോയിൽഡ് ഗ്രീൻ പീസ്, കോണ്, ഒനിയൻ, ഗ്രേറ്റഡ് പനീർ, ബ്രോക്കലിയൊക്കെയാണ്. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ പനീർ റാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ഹൈ പ്രോട്ടീനും ഫൈബർ റിച്ചും ഒപ്പം ന്യൂട്രീഷ്യസും അടങ്ങിയ ഹെൽത്തി പ്ലേറ്റ് കൂടിയായിരുന്നു. ഇങ്ങനെ കഴിച്ചാൽ കുറേ നേരം വയറ് ഫുള്ളായിട്ടിരിക്കാനും അൺനെസസറി ഹങ്കർ കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. ഇനി ഇതിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് റാഗി പുട്ട്, റാഗി ദോശ, ഓട്സ് അട, മൂഗ് ദാൽ ചീല, മില്ലറ്റ്സ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് 1/2 കപ്പ് റൈസ് 200 കാലറി അടങ്ങിയിട്ടുള്ളത്. കൂടെ സൈഡ് ഡിഷായിട്ട് ചന കേർഡ് കറി 300 കാലറിയുമാണ്. വളരെ ടേസ്റ്റിയും ഹൈ പ്രോട്ടീനുമായിട്ടുള്ള ചന കേർഡ് കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. യോഗേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. അതുമല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ചെറിയ ജീരകോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുത്ത കേർഡ് കാഷ്യൂ മിക്സ് ഇതേപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് വേവിച്ചെടുത്ത 1/2 കപ്പ് വെള്ളക്കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളക്കടലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചുമന്ന കടലയും എടുക്കാവുന്നതാണ്. 2 മിനിറ്റ് അടച്ചു വെക്കാം. മസാലയും കടലയൊക്കെ നന്നായി തന്നെ വെന്തു വന്നിട്ടുണ്ട്. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് ക്രഞ്ചിനെസ്സിനായിട്ട് അല്പം സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ.
പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒപ്പം ഹൈ പ്രോട്ടീനുമായിട്ടുള്ള നമ്മുടെ ചന കേട് കറിയുടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബാലൻസ്ഡ് ആയിട്ടുള്ളതും പ്രോട്ടീനും ഫൈബറും ഒപ്പം ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെൽത്തി ലഞ്ച് കൂടിയായിരുന്നു. സ്നാക്കിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് റോസ്റ്റഡ് മക്കാന 80 കാലറി, അല്പം പംകിൻ സീഡ്സും കുറച്ച് ആമണ്ട്സും 100 കാലറി, ഗ്രീൻ ടീ 5 കാലറിയുമാണ്. ഇത് ഓപ്ഷണൽ സ്നാക്കാണ്. ഹങ്കർ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഗ്രീൻ ടീക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ടീ, കോഫി ഒക്കെ കുടിക്കാം വിത്തൗട്ട് ഷുഗർ. അതേപോലെ ഈവനിങ് സ്നാക്ക് 5 to 6 ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ 280 കാലറി അടങ്ങിയിട്ടുള്ള പാലക് പനീർ ഫ്രൈഡ് റൈസ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിനാവശ്യമായ 2 പച്ചമുളകും 2 ഇല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഹെൽത്തി ഫാറ്റ്സിനായിട്ട് 3 പീനട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ സ്ലൈസായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി പാലക്കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കോണൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോണിന് പകരമായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഡിന്നറിന് കുറച്ച് പ്രോട്ടീൻ കിട്ടാനായിട്ട് അല്പം ലോ ഫാറ്റ് പനീറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്ലേവർ കിട്ടാനായിട്ട് അല്പം ഹെർബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീറും വെജിറ്റബിൾ മിക്സും വെന്ത് വരുന്ന സമയം ഇതിലേക്ക് ബോയിൽഡ് റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പോർഷനിൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാലക്ക് ഫ്രൈഡ് റൈസിന് അല്പം ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ പാലക്ക് പനീർ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് സാലഡ്സ് കഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പ്ലെയിൻ യോഗേർട്ടും എടുക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ ആസ് യൂഷ്വൽ ലൈറ്റാണ്, പ്രോട്ടീൻ റിച്ചും ഒപ്പം ധാരാളം ഫൈബറും ന്യൂട്രീഷ്യസും അടങ്ങിയ പ്ലേറ്റ് കൂടിയാണ്. നൈറ്റ് ടൈം ഹെവി ആയിട്ട് കഴിക്കാതെ ഇതേപോലെ ലൈറ്റ് മീൽസ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് സാലഡ്സ്, സൂപ്സ്, കീമ മീൽസ്, മില്ലറ്റ്സ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് 1400 കാലറിയിലുള്ള ഹൈ പ്രോട്ടീൻ സിമ്പിൾ മീൽ പ്രപ്പായിരുന്നു. ഹെൽത്തിയും ന്യൂട്രീഷ്യസുമായ ഒപ്പം ഫൈബർ റിച്ചും ലോ കാർബും ബാലൻസ്ഡ് പ്ലാൻ കൂടിയാണ്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി ഡയറ്റ് ഫോളോ ചെയ്താൽ വെയിറ്റ് ലോസ് ഈസി ആക്കാനും ഒപ്പം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതുമാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.